മാളു അച്ഛൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയതാണല്ലോ. നാളെ പരീക്ഷ. ഇന്ന് എന്തായാണോ പരീക്ഷയുടെ കാര്യം? ഇന്ന് പരീക്ഷ ഇല്ലാന്നല്ലേ പറഞ്ഞു? നീ ഇന്നലെ പറഞ്ഞല്ലോ ഒന്ന് കണക്ക് പരീക്ഷ ഇല്ലാന്ന്. ഇന്ന് കണക്ക് പരീക്ഷയാണെന്നാണ് മൂപ്പർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇനിയിപ്പോൾ അവൻ്റെ എന്തായെന്ന് എനിക്കറിയില്ല. തലവേദന എന്താ തലവേദന എന്നോട് ഞാൻ പാത്രങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞല്ലേ മാളു. ഒക്കെ നീ അവിടെ ആ സിങ്കിൽ കൊണ്ട് തട്ടിയിട്ടുണ്ടല്ലോ. എൻ്റെ അടുത്ത് വൃത്തിയാക്കി വെക്കാനാണ് അമ്മ പറഞ്ഞത്. ഞാൻ അടുക്കള വീട് മൊത്തം അടിച്ചു വാരി കുടഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചത്. പാത്രങ്ങളെല്ലാം കഴുകാൻ അവിടെ കൊണ്ടുവച്ചത്. പാത്രം കഴുകുന്നത് അമ്മയുടെ നിനക്ക് പാത്രം കഴുകി പഠിക്കണ്ടേ? പാത്രം ഞാൻ കഴുകാറുണ്ടല്ലോ. നമ്മൾ 50-50 ഡ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 50-50 ചെയ്യാം. അപ്പം എനിക്കാ ജോലി ഭാരം കൂടുതൽ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം, പാത്രങ്ങൾ കഴുകണം, പിന്നെ അതിന് പുറമെ ഞാൻ ബാത്റൂമുകൾ കഴുകണം, മുറ്റടിക്കണം, തുണി കഴുകണം. നിന്റെ തുണി ഞാൻ കഴുകലില്ല. നല്ല തുണി കഴുകണം, പിന്നെ തയ്ക്കാനും ഇരിക്കണം. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴേക്കും അടുത്ത പണി. അപ്പം നിനക്ക് അവർ കഴിക്കണ പാത്രമൊക്കെ ഒന്ന് കഴുകിക്കൂടെ എൻ്റെ മാളു? അവർ കഴിക്കണ പാത്രം അവരവർ കഴിക്കുമ്പോൾ അവരവരങ്ങോട്ട് കഴുകി വെച്ചാൽ ഈ ഭാരം അമ്മയ്ക്ക് വരില്ല. അവൻ കഴിച്ചത് അവനെ കൊണ്ട് കഴുകി വെപ്പിക്കണം. അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാൻ പറയണം. അത് നിങ്ങളാരും ശീലിപ്പിക്കാറില്ല. അപ്പോൾ അവൻ അങ്ങനെ വന്നത് എൻ്റെ തെറ്റുമല്ല. ഞാൻ കഴിച്ച പാത്രം ഞാൻ കഴുകി വയ്ക്കുന്നില്ലേ, തുണി അലക്കി വെക്കുന്നില്ലേ, വീട് മൊത്തം ഞാൻ വൃത്തിയാക്കുന്നുണ്ടല്ലോ. എന്നാലും ഞാനിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞ് നീ ചെയ്യണ്ട മാളു. വരാറില്ല. അവനോട് ഞാൻ പറയാറുണ്ടല്ലോ, അവൻ വരണ്ടേ. ശീലിപ്പിക്കണം. അവൻ ഇങ്ങനെ മറ്റുള്ളവർ അങ്ങനെ ചെയ്യും. എല്ലാവരും അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? എല്ലാവരും ഒരേപോലെ ചെയ്യണം. ഞാൻ അലക്കുന്നുണ്ടെങ്കിൽ അവൻ അലക്കണം. ഞാൻ പാത്രം കഴുകുന്നുണ്ടെങ്കിൽ അവനും പാത്രം കഴുകണം. അതാണ് അതിൻ്റെ ഒരു. അച്ഛൻ കഴിച്ച പാത്രം അച്ഛൻ കഴുകി വെക്കുന്നുണ്ട്. സമയമില്ലെങ്കിൽ മാത്രമാണ് അത് അവിടെ ഇരിക്കാറുള്ളൂ. ബാക്കി ഞാനിപ്പോൾ അച്ഛനാണെങ്കിൽ അമ്മയെ സഹായിക്കാൻ വരുന്ന ഇടയ്ക്ക് അച്ചു വെച്ചില്ല, ഞാൻ വരുന്നുണ്ട്. അച്ചു വല്ലപ്പോഴും വരും. നല്ല മടിയാണ്. അതൊക്കെ നിങ്ങൾ ചെറുപ്പത്തിൽ ശീലിപ്പിക്കണമായിരുന്നു. ചെറിയ കുട്ടിയാണ്, രണ്ടാമത്തെ കുട്ടിയാണ്, അവനിപ്പോഴും 10-16 വയസ്സായിട്ടും 1 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നോക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ. മുന്നേ പഠിപ്പിക്കണമായിരുന്നു. അവൻ ആൺകുട്ടിയല്ലേ മാളു? അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പം ആൺകുട്ടി പെൺകുട്ടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവൻ തന്നെ ചെയ്യണം. ഒരു ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ അവൻ തന്നെ അലക്കണം, പാത്രം കഴുകണം, എല്ലാം തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പം നമ്മൾ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ അവന് ബുദ്ധിമുട്ടാവും. മനസ്സിലായി? അപ്പോൾ ഹോസ്റ്റലിൽ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല, വീട്ടിൽ തന്നെ എനിക്ക് വരണം പറയും. അത് ശരിയല്ല. നമ്മൾ പഠിപ്പിക്കണം, എന്നാലേ അവൻ മാറുള്ളൂ. അല്ലെങ്കിൽ അവൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലേ ആ പെൺകുട്ടിക്കായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് വരിക. അവൻ കാരണം അവൻ്റെ കാര്യം അവൻ ചെയ്തിട്ട് പോകണം. അപ്പം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വരില്ല. മനസ്സിലായോ? അതിലും സഹകരിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ അതിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. എന്ത് സഹായം? അവൻ അതൊക്കെ ചെയ്യുമ്പോൾ അവനെല്ലാം ചെയ്യണ്ടല്ലോ, അവൻ അങ്ങോട്ട് ചെയ്തോട്ടെ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിലോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം, നമ്മൾ സംസാരിക്കണം. അല്ലാണ്ട് അവൻ മാത്രം ചെയ്യില്ല, അവരും ചെയ്യണം. രണ്ടുപേരും ഈക്വലി ചെയ്തിട്ട് പോകണം. അപ്പൊ നീ നാത്തും ഇവിടെ വരുമ്പോ നീ അവളെ കൊണ്ട് പറയും അവൻ ചെയ്യട്ടെ, നീ ഒന്നും ചെയ്യണ്ട പറയൂ? അവന്റെ കാര്യം അവൻ ചെയ്യട്ടെ പറയും. അവന്റെ കാര്യം അവൻ ചെയ്യും. അപ്പൊ നീ കല്യാണം കഴിഞ്ഞ എന്റെ കാര്യം ഞാൻ ചെയ്യും. ഭർത്താവിന്റെ കാര്യം അവര് ചെയ്യും. കുട്ടികളുടെ കാര്യം അതൊക്കെ പഠിപ്പിക്കും. അവരവരുടെ കാര്യം ചെയ്യണം. ഒരു ബാലൻസിങ്ങിൽ പോകണം. അവരവരുടെ കാര്യങ്ങൾ ചെയ്യാം. ഹെൽപ്പ് ചെയ്യേണ്ട ടൈമിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാലേ ബാലൻസ് ആവും. മനസ്സിലായോ? ചൂടെടുക്കണം എനിക്ക്. അപ്പം എനിക്കാണ് തെറ്റുപറ്റി. അപ്പം നിന്റെ മോട്ടിവേഷനിലൂടെ ഞാൻ പലതും നേടിയെടുക്കും. നീ എനിക്കറിയാം നിങ്ങളെന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. മനസ്സിലായില്ല? എൻ്റെ കാര്യം ഞാൻ ചെയ്യണ്ടേ? അമ്മ അവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലായി. ആഹാരം പാകം ചെയ്യണം. അമ്മ ഒന്നും ഉണ്ടാക്കാതെ വെച്ചാൽ വിശക്കുമ്പോൾ അമ്മ ഒന്നും ഉണ്ടാക്കാതെ വെച്ച, പക്ഷെ അമ്മ ഒരു നേരം അമ്മയല്ലേ എന്നും ചെയ്യണം. ഇന്ന് ഞാൻ ചെയ്യാം അമ്മ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാൻ വരുന്നുണ്ടോ? സ്കൂളിൽ പോണവരടുത്ത് എന്ത് പറയാനമ്മ? ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കോളേജിൽ പോകും. പിന്നെ അതാണ് പറച്ചല്. പിന്നെ എവിടെ പണി? ചോറ് വയ്ക്കണ്ടേ? ചോറൊക്കെ വയ്ക്കാൻ എനിക്കറിയാം. അന്ന് അമ്മയ്ക്ക് വയ്യാത്തപ്പോൾ ഞാനല്ലേ അരിയിട്ട് ചോറ് വെച്ച്. അടുപ്പിൽ വെക്കണം. അടുപ്പിൽ വെക്കാൻ എനിക്കറിയാം. അടുപ്പ് കത്തിച്ച് വെക്കാൻ അറിയാം. എൻ്റെ കാര്യങ്ങളൊക്കെ ഇത്തിരി സ്ലോ ആണെന്നേ ഉള്ളൂ. ചോറൊക്കെ ആവും. ഇത്തിരി സ്ലോ ആണെങ്കിലും ചോറും കറിയൊക്കെ ആവും. അപ്പം 8 മണിക്ക് കഴിക്കേണ്ടത്? ഞാൻ കുറച്ച് നേരത്തെ എണിച്ച് പണിതാ പോരെ. അപ്പം 8 മണിക്ക് എത്തില്ലേ?
അല്ലെങ്കിൽ അത്ര സ്ലോ അമ്മ, എല്ലാവരും പറയാം എല്ലാത്തിലും ഇത്ര സ്ലോ ആണ്. ആണ്, സ്പീഡ് വേണം. ഓരോരോ കാര്യങ്ങൾ ഓരോന്നിലേക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തതെന്ന് ചിന്തിക്കുമ്പോൾ സ്പീഡ് കൂടും. എല്ലാ ഉത്തരവാദിത്തങ്ങളും തലയിൽ വരുമ്പോൾ